പിതാവേ, അന്ത്യകാല നിമിഷങ്ങളിൽ അവിടുത്തെ വചനം ധ്യാനിച്ച് ഹൃദയപരമാർത്ഥതയോടെ പശ്ചാത്തപിച്ച് അവിടുത്തെ വഴികളിൽ ചരിക്കുവാൻ അടിയങ്ങളെ അനുവദിക്കണമേ. ഈ ദിവസത്തിനും ഞങ്ങളുടെ ജീവനും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ ദാനങ്ങൾക്കും അടിയങ്ങൾ നന്ദി പറയുന്നു നാഥ. അവിടുത്തെ അനന്തമായ കരുണയ്ക്കും പാപമോചനത്തിനും നന്ദി ദൈവമേ. വെളിപാടിൻ്റെ വചനങ്ങൾ ഞങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങൾക്ക് ജ്ഞാനവും ഉൾക്കാഴ്ചകളും പ്രദാനം ചെയ്യണമേ. അവിടുത്തെ വചനത്തിനായി അടിയങ്ങൾ കാതോർക്കുന്നു. ഞങ്ങളിൽ വന്നു നിറയണമേ. വിശുദ്ധ യോഹന്നാന് ലഭിച്ച വെളിപാട്, അധ്യായം 15. വിജയികളുടെ സ്തുതിഗീതം. സ്വർഗത്തിൽ മഹത്തും വിസ്മയാവഹവുമായ മറ്റൊരടയാളം ഞാൻ കണ്ടു. 7 മഹാമാരികളേന്തിയ 7 ദൂതന്മാർ. ഈ മഹാമാരികൾ അവസാനത്തേതാണ്. എന്തെന്നാൽ ഇവയോടെയാണ് ദൈവത്തിൻ്റെ ക്രോധം അവസാനിക്കുന്നത്. അഗ്നിമയമായ പളുങ്ക് കടൽ പോലെ ഒരു കാഴ്ച ഞാൻ കണ്ടു. മൃഗത്തിന്മേലും അവൻ്റെ പ്രതിമേന്മേലും അവൻ്റെ നാമസംഖ്യയിന്മേലും വിജയം വരിച്ച് ദൈവത്തിൻ്റെ വീണ പിടിച്ചുകൊണ്ട് പളുങ്കുകടലിൽ നിൽക്കുന്നവരെയും ഞാൻ കണ്ടു. അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെയും കുഞ്ഞാടിൻ്റെയും ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് പറഞ്ഞു: സർവശക്തനും ദൈവവുമായ കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ മഹനീയവും വിസ്മയാവഹവുമാണ്. ജനതകളുടെ രാജാവേ, അങ്ങയുടെ മാർഗങ്ങൾ നീതിപൂർണവും സത്യസന്ധവുമാണ്. കർത്താവെ, അങ്ങേ നാമത്തെ ഭയപ്പെടാത്തവനും സ്തുതിക്കാത്തവനും ആരുണ്ട്? അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ. സകല ജനതകളും വന്ന് അങ്ങയെ ആരാധിക്കും. കാരണം അങ്ങയുടെ ന്യായവിധികൾ വെളിവാക്കപ്പെട്ടിരിക്കുന്നു. ഇതിനുശേഷം സ്വർഗത്തിൽ സാക്ഷ്യകൂടാരത്തിൻ്റെ ശ്രീകോവിൽ തുറക്കപ്പെടുന്നത് ഞാൻ കണ്ടു. 7 മഹാമാരികളേന്തിയ 7 ദൂതന്മാർ ശ്രീകോവിലിൽ നിന്ന് പുറത്തു വന്നു. അവർ ധവള വസ്ത്രം ധരിച്ചിരുന്നു. വക്ഷസ്സിൽ പൊന്നുകൊണ്ടുള്ള ഇടക്കച്ച കെട്ടിയിരുന്നു. 4 ജീവികളിലൊന്ന് എന്നെന്നും ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ ക്രോധം നിറച്ച 7 പൊൻകലശങ്ങൾ 7 ദൂതന്മാർക്ക് കൊടുത്തു. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെയും ശക്തിയുടെയും ധൂപം കൊണ്ട് ശ്രീകോവിൽ നിറഞ്ഞു. 7 ദൂതന്മാരുടെ 7 മഹാമാരികളും അവസാനിക്കുവോളം ഒരുവനും ശ്രീകോവിലിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. പ്രിയ ദൈവജനമേ, വിശുദ്ധ വേദപുസ്തകത്തിലെ വെളിപാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം സ്വർഗത്തിലെ അതിമഹത്തായ ഒരു ദർശനമാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അത് ദൈവത്തിൻ്റെ അന്തിമ ന്യായവിധിയുടെയും അവിടുത്തെ മഹത്വത്തിൻ്റെയും ഒരു ചിത്രമാണ്. വലിയതും വിസ്മയകരവുമായ 7 ബാധകളുള്ള 7 ദൂതന്മാരെയാണ് നാം ഇവിടെ കാണുന്നത്. ഈ ദൂതന്മാർ ദൈവത്തിൻ്റെ കോപം നിറവേറ്റാൻ തയ്യാറെടുക്കുന്നു. ഈ ദർശനം നമ്മിൽ ഭയമല്ല, മറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധിയിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് ഉണർത്തേണ്ടത്. സകല പാപങ്ങളുടെയും തിന്മയുടെയും മേൽ ദൈവത്തിന് സമ്പൂർണമായ അധികാരമുണ്ടെന്നും അവിടുത്തെ പദ്ധതികൾ അലംഘനീയമാണെന്നുമുള്ള ഉൾക്കാഴ്ച ഈ അധ്യായം നമുക്ക് നൽകുന്നു. ഈ അധ്യായം നമ്മെ ചിന്തിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചാണ്. മൃഗത്തിൻ്റെ മേൽ വിജയം വരിച്ചവർ ദൈവത്തിൻ്റെ കിന്നരങ്ങളുമായി നിന്ന് മോശയുടെ ഗീതവും കുഞ്ഞാടിൻ്റെ ഗീതവും പാടുന്നത് ആത്മീയമായ ഒരു പ്രതിഫലനത്തിന് വഴിയൊരുക്കുന്നു. കർത്താവെ, അങ്ങയുടെ പ്രവൃത്തികൾ എത്ര വലുതും വിസ്മയകരവുമാണ് എന്ന് പാടുമ്പോൾ അത് ലോകത്തിൻ്റെ പാപങ്ങളെക്കുറിച്ച് വിലപിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിൻ്റെ പ്രതിധ്വനിയാകണം. ദൈവത്തിൻ്റെ ന്യായവിധികൾ നീതിപൂർണമാണെന്നും അവിടുന്ന് സകല ജനതകളുടെയും രാജാവാണെന്നും നാം അംഗീകരിക്കണം. ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് നാം വെല്ലുവിളിക്ക് വിധേയരാകുമ്പോഴും ദൈവത്തിൻ്റെ അന്തിമമായ വിജയത്തിൽ പ്രത്യാശ അർപ്പിക്കണം എന്നാണ്. വെളിപാടിൻ്റെ 15-ൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രധാന പാഠം വിശുദ്ധിയുടെയും ആരാധനയുടെയും പ്രാധാന്യമാണ്. സ്വർഗീയ ആലയത്തിൽ നിന്ന് 7 ദൂതന്മാർ പുറപ്പെട്ടു വരുമ്പോൾ ആരും അവിടേക്ക് പ്രവേശിക്കാൻ ധൈര്യപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ മഹത്വവും സാന്നിധ്യവും അത്രമാത്രം ഭയാനകവും പരിശുദ്ധവുമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം പാപത്തെ അകറ്റി നിർത്തുകയും ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് യോജ്യമായ ഒരു ജീവിതം നയിക്കാൻ ശ്രമിക്കുകയും വേണം. പ്രിയ സഹോദര സഹോദരി, അവിടുത്തെ കോപം പാപത്തിനെതിരെ ആണെന്നും നീതിമാന്മാരായവരെ അവിടുന്ന് സംരക്ഷിക്കുമെന്നും ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ അധ്യായത്തിലെ ദർശനങ്ങൾ ഇന്നത്തെ ലോകത്തിന് വളരെ പ്രസക്തമാണ്. ഇന്ന് നമ്മുടെ ഈ ലോകം നേരിടുന്ന മഹാമാരികളും യുദ്ധങ്ങളും പ്രകൃതി ദുരന്തങ്ങളും കാണുമ്പോൾ ദൈവത്തിൻ്റെ അന്തിമമായ ന്യായവിധികളെക്കുറിച്ച് നാം ചിന്തിക്കണം. അനീതിയും അക്രമവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് വെളിപാട് 15 നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ദൈവത്തിൻ്റെ കോപം നിസ്സാരമായി നാം കാണരുത് എന്ന്.
ഈ ലോകത്തിലെ തിന്മകൾക്കെല്ലാം ഒരു അന്ത്യം ഉണ്ടാകുമെന്നും നീതി നടപ്പാക്കപ്പെടുമെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അതിനാൽ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കുവാനും നീതിയുടെ പാതയിൽ സഞ്ചരിക്കാനും ഈ വേദഭാഗം നമ്മെ പ്രേരിപ്പിക്കണം. ഈ വെളിപാട് പഴയ നിയമ പ്രവചനങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈജിപ്തുകാർക്ക് എതിരെയുള്ള 10 ബാധകളെക്കുറിച്ചുള്ള വിവരണങ്ങൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിലുള്ളത് ഇവിടെ നമുക്ക് ഓർമ്മിക്കാനായിട്ട് സാധിക്കും. വെളിപാടിലെ 7 ബാധകളും ഈജിപ്തിലെ ബാധകളുടെ അന്തിമവും പൂർണ്ണവുമായ ഒരു പൂർത്തീകരണമാണ്. ഇസ്രായേൽ ജനത ചെങ്കടൽ കടന്നതിന് ശേഷം പാടിയ മോശയുടെ ഗീതം വെളിപാട് പുസ്തകത്തിൻ്റെ 15 മൃഗത്തിൻ്റെ മേൽ വിജയം വരിച്ചവർ പാടുന്ന ഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പിൻ്റെ പൂർണ്ണതയെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാണ് ഈ ഗീതം പാടുന്നത്. ഈ ഉൾക്കാഴ്ചകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കർത്താവിൻ്റെ 2ാം വരവിനായി നാം നന്നായി ഒരുങ്ങേണ്ടതുണ്ട്. പ്രിയ സഹോദരങ്ങളെ, വെളിപാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം മുന്നോട്ട് വയ്ക്കുന്ന ദർശനം ദൈവത്തിൻ്റെ സമയവും ന്യായവിധിയും ആസന്നമായിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ്. അതിനാൽ നാം ആത്മാവിൽ ഉണർന്നിരിക്കണം. പ്രാർത്ഥനയിലും വിശുദ്ധിയിലും വളർന്നുകൊണ്ട് കർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറായ മണവാട്ടിയായി കർത്താവിൻ്റെ സഭയിലെ ഓരോരുത്തരായി നാം മാറണം. നമ്മുടെ പാപങ്ങൾ അറിഞ്ഞ് ഉപേക്ഷിക്കുകയും കുമ്പസാരിക്കുകയും ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും വേണം. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കാനുള്ള സമയമാണിത്. പശ്ചാത്തപിച്ച് പാപമോചനം തേടി നമ്മുടെ അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാം. ദൈവത്തിൻ്റെ ന്യായവിധികൾ പൂർണ്ണവും നീതിയുക്തവുമാണ്. അവിടുത്തെ മഹത്വം എന്നും എന്നും നിലനിൽക്കും. ഭയപ്പെടാതെ അവിടുത്തെ കരങ്ങളിൽ നമുക്ക് ആശ്രയിക്കാം. വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് തന്നെ നീങ്ങാം. കാരണം വിജയം നമുക്ക് ഉറപ്പാണ്. കർത്താവാണ് നമ്മളുടെ പോരാളി. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ സ്നേഹ സന്ദേശം പങ്കുവെച്ച് സുവിശേഷ വേലയിൽ പങ്കാളികളാകുവാൻ കർത്തൃനാമത്തിൽ സഹോദര സഹോദരി നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ സമ്പുഷ്ടമാക്കട്ടെ.